രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകി അതിജീവിതയെ അപമാനിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് പിന്നാലെ വിചിത്രവാദങ്ങൾ ആവർത്തിച്ച് ആർ ശ്രീലേഖ. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടക്കുമ്പോൾ ഈ കേസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിൽ ആശങ്കയുണ്ട്. പരാതി വൈകിയത് പ്രതിക്ക് മുൻകൂർ ജാമ്യമെടുക്കാൻ അവസരമൊരുക്കിയതാണോ എന്ന് ചോദിച്ച ശ്രീലേഖ എന്നും താൻ ഇരയ്ക്കൊപ്പമാണെന്നും പറയുന്നു. രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും രാഹുൽ രാജിവെക്കണമെന്നുമാണ് ബിജെപിയുടെ നിലപാട്. ഇതിന് വിപരീത ദിശയിലാണ് മുൻ ഡിജിപിയും ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയുമായ ആർ ശ്രീലേഖയുടെ പ്രതികരണം. ഇത്രനാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നായിരുന്നു ആദ്യ പോസ്റ്റിലെ ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ എന്ന് മറ്റൊരു ചോദ്യം. ഇപ്പോൾ എന്തിന് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനാണോ എന്നതടക്കം അതിജീവിതയെ അപമാനിക്കുന്ന പരാമർശങ്ങൾ. എന്നാൽ പോസ്റ്റ് ചർച്ചയായപ്പോൾ പഴയ പോസ്റ്റിൽ ഇരയ്ക്കൊപ്പം എന്ന് ചേർത്ത് പുതിയ പോസ്റ്റ് ഇട്ടു. ശേഷം വിവാദ പരാമർശങ്ങൾ ആവർത്തിച്ച് പ്രതികരണം. ഞാൻ എപ്പോഴും വനിതകളുടെ കൂടെയാണ്, സ്ത്രീകളുടെ കൂടെയാണ്, അതിജീവിതയ്ക്കൊപ്പമാണ്, ഇരയ്ക്കൊപ്പമാണ്. അതോടൊപ്പം തന്നെ ഈ വൈകിയ വേളയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വേളയാണല്ലോ, തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇങ്ങനൊരു കേസ് എടുക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ആര് വേണമെങ്കിലും ചോദിച്ചു പോകും. പൊതുജനം ആരാണെങ്കിലും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസ് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് ഇനിയിപ്പം ശ്രദ്ധ തിരിഞ്ഞു പോയി ഇനിയിപ്പോൾ ഈ ഒരു കേസിലാകുമല്ലോ എന്നുള്ളൊരു ആശങ്കയും ഉണ്ടായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലും സമാനമായി സ്ത്രീപക്ഷമല്ലാത്ത പരാമർശങ്ങൾ ആർ ശ്രീലേഖ നടത്തിയിരുന്നു. അതിജീവിതകൾ നിശ്ചിത സമയത്തിനുള്ളിൽ പരാതി നൽകണമെന്ന തെറ്റായ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ ശ്രീലേഖയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. ബിജെപി നേതൃത്വത്തിനുള്ളിലും ശ്രീലേഖയുടെ നിലപാടുകളിൽ അതൃപ്തി പുകയുന്നതായാണ് സൂചന. മീഡിയ 1 തിരുവനന്തപുരം.